ഇന്നൊരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഒരു പാനിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്തൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം 1 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡേറ്റ്സ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് സിസ്റ്റും കൂടെ ചേർത്തെടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗ്രാമ്പു മാത്രം പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അധികം അങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ടത്. ഈ ഒരു പാകത്തിനൊന്ന് വിളയിച്ചൊന്നും മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു 100 ഗ്രാമോളം അൺസോൾട്ടഡ് ബട്ടറാണ്. ബട്ടർ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ച് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ ഒരു 1/3 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 2 മുട്ട ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മുട്ട നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ വിളയിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദ മാവ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ അരിച്ച് വെച്ചതാണ്. ആ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1-2 ഡ്രോപ്സ് ഓറഞ്ച് എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ സ്പാച്ചിലോട്ടൊന്ന് അടുത്താഴ്ച ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 9 ഇഞ്ചിൻ്റെ പാനിൽ ബട്ടർ ഷീറ്റൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ബാറ്റർ ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 45 തൊട്ട് 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട്